മതിലിൽ ഉത്തമൻ ചേട്ടന്റെ തല. എടാ, ഉത്തമേട്ടന്റെ തല മാത്രല്ല, ബാക്കി മതിലിന്റെ അപ്പുറത്ത് കാണും. ആർക്കറിയാം, ആ എസ് ചെറുതാൻ പാവത്തിന്റെ തലയും വെട്ടി മതിലിന്റെ മുകളിൽ വെച്ചാണെന്ന്. അല്ല, ജീവനുണ്ട്, ദേ ചിരിക്കണോ? പാമ്പാവോ? വേണ്ട, പോയിക്കോ. ഞാൻ പോവില്ല. അകത്തുണ്ടെന്ന് പോ. ഞാൻ അങ്ങോട്ട് വരും. പോവാൻ ചീർപ്പവിടെയാണ്. എന്തരാണടേ നീ ആളുകളൊക്കെ ചീത്ത വിളിച്ച് തുടങ്ങിയ? എന്തേന് പോലീസുകാരെ ചീത്ത വിളിക്കുന്ന കേൾക്കണോ? ചെല്ലുന്നിടത്ത് നിന്ന് പോവാ ചില നമ്പറുകൾ പോലീസുകാരന്മാരെ പതിവാണ്. എസ് ഐ സാറിന്റെ കാര്യം നീ അങ്ങനെ എടുത്താൽ മതി. ആണോ? എന്നാ നിന്ന് പോകുന്നിടത്ത് നിലനിന്ന് പോനെ ഉത്തമനിന് ചില നമ്പറുകളൊക്കെ കാണിക്കും. ഇനി അങ്ങോട്ടുള്ള എന്റെ കാര്യമൊക്കെ അങ്ങനെ എടുത്താൽ മതി. എന്നോട് സ്റ്റേഷനിലേക്ക് ചെല്ലണ്ടെന്നല്ലേ സാറ് പറഞ്ഞുള്ളൂ. ക്വാർട്ടേഴ്സിലേക്ക് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് കൊടുക്കാം, കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കാം, കുട്ടിക്ക് ചോറ് കൊടുക്കാം, കുട്ടികളെ ചന്തി കഴിച്ചു കൊടുക്കാം. എന്നിട്ട് വേണം ഇവരൊക്കെ പഠിച്ച എസ് ഐയും എസ് പിയും ഐ ജി ഒക്കെ ആയിട്ട് എന്നെ ഈ നാട്ടിൽ തന്നെ തല്ലി ഓടിക്കാൻ. അങ്ങനെ ഇപ്പൊ കുട്ടികൾ പഠിക്കുകയും വേണ്ട, ക്വാർട്ടേഴ്സിൽ ആരോട്ട് പെടുക്കുകയും വേണ്ട. ഒന്നും പറ്റിയില്ലെങ്കിൽ ഒരു വഴി ഞാൻ കണ്ടിട്ടുണ്ട്. എന്തൊരു വഴിയാണ്? ഈ ബോംബ് കേട്ടോ, ബോംബ്, നാടൻ ബോംബ്, ബെൽറ്റ് ബോംബ്, കുഴി ബോംബ്, അതൊക്കെ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. ഒരെണ്ണയുടെ മേടിച്ചിട്ട് ആരെയും കെട്ടി ഞാൻ എന്നിട്ട് നേരെ സ്റ്റേഷനിലേക്ക് വന്നിട്ട് കുനിഞ്ഞു വന്നിക്കും. അപ്പൊ കാണാം. അങ്ങനെ ഞാൻ ഇല്ലാത്ത സ്റ്റേഷനിൽ ഒരു പുല്ലുകളും ജീവിക്കണ്ട. സ്റ്റേഷൻ പോലെ ഇവിടെ കാണില്ല, പറഞ്ഞേക്കാം ഞാൻ. എന്റെ ശ്രീവാപ്പനാ, നീ കയ്യിൽ നിന്ന് പോയാടെ. എന്താണോ പിള്ളേ? അല്ല, ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നില്ലെങ്കിലും ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞിട്ടിരിക്കായിരുന്നു. പേടിപ്പിക്കല്ലേ? 84 84 85 85 86 86 87 87 88 88 89 100. 89 കഴിഞ്ഞ പിന്നെ 100. നീ ഏത് സ്കൂളിലാണ് പഠിച്ചത്? സ്കൂളിന്റെ കുഴപ്പമില്ല സാറേ, വയ്യാഞ്ഞിട്ടാ. ഇനി അടുത്ത തവണ പിടിക്കുമ്പോ ഈ ഏത്തം കൂടെ ചേർത്തിട്ടേക്കാം. അപ്പൊ നീ ഈ പണി നിർത്താൻ കണ്ടല്ലേ? നിർത്താനാ? കഷ്ടപ്പെട്ട് പഠിച്ച തൊഴിലാണ് സാറിനത് പറയാം. നിങ്ങൾക്കൊക്കെ പെൻഷൻ കിട്ടും. എന്താ പോക്കറ്റ് അടിക്കാരായ ഞങ്ങളുടെ കഥ അതാണ്. ഞങ്ങൾക്ക് എവിടുന്ന പെൻഷൻ? കഷ്ടപ്പെട്ട ജീവിക്കാം. അപ്പൊ പിന്നെ നീ തുടങ്ങിക്കോ. ചെറിയാൻ, ഓ, മിനിസ്റ്ററുടെ പ്രോഗ്രാമിൽ ചെറിയൊരു വ്യത്യാസം. എന്താണാവോ? ഉദ്ഘാടനം കഴിഞ്ഞ മിനിസ്റ്റർ സുഹൃത്തിന്റെ വയ്യാതെ കിടക്കുന്ന അമ്മയെ കാണാൻ ഇതുവഴി പോകും. ഉറപ്പില്ല, എന്നാൽ നമ്മൾ ഡ്യൂട്ടിക്ക് ആളെ വിടണം വേഗം. അല്ല, കോൺസ്റ്റബിൾസ് 3 പേരും അവരെവിടെ പോയി? മാധവന്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് അമ്മയെയും കൊണ്ട് സ്കൂളിൽ പോയി. സ്കൂളിൽ പോയി? അല്ല, ഹോസ്പിറ്റലിലേക്ക് പോയി. ഉത്തമൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. അപ്പൊ പിള്ള ഇസ്മായിലും പിള്ളയും ഇസ്മയിലും കൂടി കുട്ടികളെയും കൊണ്ട് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിലോ? താൻ എന്തൊക്കെയാ പറയുന്നത്? അല്ല, ഉത്തമൻ ഉണ്ടായിരുന്നെങ്കിൽ സ്കൂളും ഹോസ്പിറ്റലും കൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂലോ? ഉത്തമൻ ആ, ഉത്തമൻ ഇല്ല, അത് തന്നെ. ഒന്ന് നിർത്തോ. ജോലിക്കാരിയാണ് ഞാൻ പറയുന്നത്. ഡ്യൂട്ടിക്ക് ആള് വേണം, ഇല്ലെങ്കിൽ അൺഓതറൈസ്ഡ് ആബ്സെൻസ് റിപ്പോർട്ട് ചെയ്ത് ഞാൻ എസ് പിക്ക് എഴുതും. ഞാൻ ഇനി എവിടെ പോവും എന്റെ കർത്താവേ? കൂലിപ്പണിക്ക് കൊത്താനും കളയ്ക്കാനും തമിഴന്മാരെ വരെ കിട്ടാത്ത കാല. എന്നിട്ടാ പെട്ടെന്ന് ഡ്യൂട്ടിക്ക് 3 പോലീസുകാർ വേണമെന്ന് പറയുന്നത്. വല്ല കടയിൽ നിന്നും വാങ്ങാൻ കിട്ടുമായിരുന്നെങ്കിൽ എന്റെ കയ്യിലുള്ള കാശ് കൊടുത്ത് 3 അല്ല 300 പോലീസുകാരെ ആ മന്ത്രിയുടെ സുഹൃത്തിന്റെ അമ്മയുടെ തലയിൽ പണ്ടാറടിക്കാനെ. ഒരാളെ കിട്ടാൻ എന്താ ചെയ്യാ? അതെ, ഒന്നിങ്ങോട്ട് വന്നേ ഒരു ഓ, എന്തേ? ഞാൻ മതിയാ. നമ്മളിപ്പോ എവിടെ നിർത്തിയത്? ഓർമ്മയില്ല അല്ലേ? എന്നാ പിന്നെ നമുക്ക് 1 തുടങ്ങാം. അയ്യോ, ഓർമ്മ വന്ന് 88. 88 അവിടെ നിൽക്കട്ടെ. അതിനാരും കൊണ്ടുപോയില്ലേ? വേണമെങ്കിൽ 2 പോലീസുകാരെ കാവൽ നിർത്താം. നിന്ന് ഞാൻ ശരിയാക്കി തരാടാ. എസ് ഐ ഇവിടെ ഇല്ല, എസ് പിയുടെ ഓഫീസിലേക്ക് പോയിരിക്കാണ്. ഇത് നെല്ല് കുത്തിയ പൊടിയേരി രാവിലെ കഞ്ഞിക്കുള്ളത്. അപ്പൊ അവിടെ കൊയ്ത്തൊക്കെ കഴിഞ്ഞ? ഇവിടെ കഴിഞ്ഞിട്ടില്ല. കടുമാങ്ങ വളരെ നല്ലതാണ്. പിന്നെന്താ ഉള്ളത്? ഇത് നാരങ്ങ അച്ചാർ. നാരങ്ങ അച്ചാർ എനിക്ക് ഇഷ്ടാണെന്നേ. ഇത് ഉപ്പിലിട്ടത്. ഉപ്പിലിട്ടത് എന്താണാവോ? ഇവിടെ 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 സാധാരണ എന്താ ഉപ്പിലിടുക? എന്തു വേണമെങ്കിലും ഉപ്പിലിടാം. എനിക്കറിയില്ല ആരെയാണ്. ഇതും നെല്ല് കുത്തിയരി. താൻ കുറേനോട് നെല്ല് കുത്തണം. നെല്ലല്ല അമ്പഴങ്ങ കുത്തി അരി ഉണ്ടാവും. ഇവനാരാ? അവൻ ആരാണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. നിങ്ങൾ ആരാ? ഞാൻ കുഞ്ഞിരാമ മേനോൻ. അയ്യ, എന്തിനിത്? കണ്ടാർജുടെ കുഞ്ഞിരാമനാണ്. ഇവിടുത്തെ എസ് ഐ ജയരാജിന്റെ അമ്മാവൻ കുഞ്ഞിരാമ മേനോൻ.
ഒരു ഒറ്റ അടി വെച്ചെന്നാണല്ലോ ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ഇത് കുഞ്ഞിരാമൻ ചേട്ടനാണെന്ന്. ചായ കുടിക്കണോ സാറേ? ചായ വേണ്ട, പിരിയും. ചായ പിരിയില്ല. ചായ അല്ലടോ, ചായ അകത്ത് എന്നാൽ രണ്ടും കൂടി പിരിയും. ഓ മറ്റവൻ. അപ്പോ ആ പുറത്ത് നിക്കണ കുട്ടി ആരാണാവോ? അതെന്റെ മോളാ. ഓം ശ്രീ മാതേ സ്വാഹ. ഓം ശ്രീ മഹാരാജ്ഞേ സ്വാഹ. ഓം ദേവകാലേ സ്വാഹ. ഓം എന്താ വയ്യത്? സ്ഥിരപൂജ ഉണ്ടായിരുന്നു. ഓം ദയാന. ഓം മനോരൂപേ സ്വാഹ. ഓം പഞ്ചാത്മാപ്രസായേ സ്വാഹ. ഒരു കാര്യം പറയാണ്ടായിരുന്നു. കുറച്ചു നേരമായാലോ പറയണു. പറയൂ. അമ്മൂമ്മ മരിച്ചു. ഉയ്യോ, കഷ്ടായി. എപ്പോഴായിരുന്നു? ആട്ടെ, അമ്മമ്മയ്ക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? 68. 68? അത് ഞാനല്ല പറഞ്ഞത്, ഇത് അവനാ. ആ, അല്ല, ചേട്ടന്റെ അമ്മൂമ്മ എങ്ങനെയാ മരിച്ചത്? എന്റെ അല്ല, നിന്റെ. എന്റെ അമ്മൂമ്മയോ? നിന്റെ അമ്മൂമ്മ ചത്തു എന്ന് പറഞ്ഞിട്ട് നീ എന്താ ഞെട്ടാത്തേ? അതിന് നീ എന്തിനാ ഇത്രയും വലിയ ഞെട്ടി കരയണേ? മരിച്ചത് ഉണ്ണികൃഷ്ണന്റെ അമ്മൂമ്മയല്ലേ? അല്ലല്ലോ, ശരിക്കുള്ള ഉണ്ണികൃഷ്ണൻ ഞാൻ കണ്ടു. നീ ആരടാ? നമ്മ മനസ്സിലായില്ലേ? നോ പരിശുദ്ധം തരാനാ? നീ ആരടാ? കാസിനെ ഞാൻ ചെക്കനെ ശ്രദ്ധിക്കാം. ഒന്ന് പോവാ ചാപ്പ. അതിനല്ലടാ നമുക്ക് നമ്മുടെ സുലൈമാനെ പോലില്ലേ? നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. കൊച്ചാപ്പ, അത് സുലൈമാൻ തന്നെ. ഓനെന്താ കുട്ടിച്ചാത്തന്റെ ഡ്രസ് ഇട്ടിരിക്കണേ? നീ അത്രയ്ക്കായോ? നിന്നെ ഞാൻ ശരിയാക്കി തരാം. ഇവരിലെങ്ങോട്ട് പോണേ? പിടിച്ചോ 100. പിടിച്ച മോള. വലൈക്കും അസ്സലാം. നീ എന്താ പട്ടക്കൊടുത്ത് നിൽക്കണേ? അല്ല, ഞാനത് എന്താ എന്താണെന്ന് പറയടാ. ഞാൻ പറയാം. വാ. എന്താടാ ഞാൻ ഈ കോലം കെട്ടിയത് എന്തിനാന്നറിയോ? എന്തിനീ? ഔട്ട് ഹൗസും കുറച്ച് പറമ്പും കിട്ടിയെന്ന് സന്തോഷിച്ചിരിക്കും. നമ്മള് താമസം തുടങ്ങി അവിടെ. ആയിക്കോ, പക്ഷെ ഒക്കെ പോവാൻ പോവാ. അവര് സുപ്രീം കോടതിയില് അപ്പീൽ കൊടുത്തിരിക്കുക. പക്ഷെ ഞാൻ വിടുവോ? വിവരം അറിഞ്ഞ ഉടനെ വേഷം മാറി ഞാൻ ഈ കൊട്ടാരത്തിനുള്ളിൽ കയറി പറ്റി. എന്തിനീ? എന്തിനാന്നറിയോ? ചാരപ്പണി നടത്താൻ. ഇടാ, കൊട്ടാരത്തിൽ ചാരം പാരാൻ പേർ ആരുമില്ലേ? ഓ, ആ ചാരന്മാരിലല്ല, രഹസ്യം ചോർത്തൽ, സ്പൈവർ. ഓ, അങ്ങനെ ഹിന്ദി പറയണേ. ലോ പോയിന്റ്സ് കണ്ടുപിടിക്കാൻ ഞാൻ അതെല്ലാം ചോർത്തി തരും. അത് നമ്മുടെ വക്കീലിന്റെ അടുത്ത് ആപ്പാപ്പ നിങ്ങൾ എത്തിക്കണം. എങ്കിൽ നമുക്ക് ഈ കൊട്ടാരം കൂടി കൈക്കലാക്കാം. എല്ലാം എന്റെ ബാപ്പയുടെ പ്രതികാരത്തിന് വേണ്ടിയാ. എടാ സുലൈമാനെ, നീയാണ് എന്റെ സുലൈമാൻ. നിന്റെ ബാപ്പ ചോദിച്ചാല് ഈ ബുദ്ധിയൊക്കെ കൊച്ചാപ്പ പറഞ്ഞെന്നു പറയണം. അത് ഞാൻ ഏറ്റു കൊച്ചാപ്പ. എന്നാ ഇനി സമയം കളയാതെ ചോദിക്കും. ഓക്കെ കൊച്ചാപ്പ. തൽക്കാലം നമ്മൾ തമ്മിലുള്ള ബന്ധം ഇവിടെ ആരും അറിയരുത്. ആരും? ബാപ്പ പോലും. ശരി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഓ പഠിച്ചോനെ, കാത്തു. സുലൈമാനേ. ഓ, പേരെടുത്ത് വിളിക്കില്ലേ കൊച്ചാപ്പ? അമ്മേ. എടാ, നീ രഹസ്യങ്ങൾ ചോർത്താൻ വന്നതാണല്ലേ? നീ ഇവിടുത്തെ ശത്രുവിന്റെ മകനാണല്ലേ? നിന്നെ ശരിയാക്കി തരാടാ തമ്പുരാക്കന്മാരെ. അവിടെ നിൽക്കാം. നമ്മ തടസ്സപ്പെടുത്തരുത്. 100 വയ്ക്കട്ടെ. തമ്പുരാക്കന്മാരെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞോട്ടെ. ഈ കൊട്ടാരം കുട്ടിച്ചോറാക്കാൻ വന്ന അസുര വിത്തേ, ഈ നിന്റെ മുഖം മൂടി ഇന്ന് ഞാൻ വലിച്ചു തമ്പുരാക്കന്മാരെ. എന്നെ കൊരങ്ങ് കളിപ്പിക്കാ. ഗോവിന്ദേട്ടൻ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ ഒന്നും പറയണടാ. അമ്പട കള്ള, ഇനി നിങ്ങളും രക്ഷപ്പെടാന്ന് കരുതണ്ട. എല്ലാ കള്ളത്തരങ്ങളും പൊളിയുന്നായപ്പോ ടപ്പേന്ന് പ്ലേറ്റ് മാറ്റി എന്നെ കൊടുക്കാൻ നോക്കും. പുതിയ നമ്പർ. ഇനിയൊരു നമ്പർ ഇറക്കണ്ട. എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച 15,000 രൂപ തിരിച്ചു തന്നിട്ട് പിന്നെ താൻ എന്തുവേണേലും വിളിച്ചു പറഞ്ഞോ. ഏത് 15,000 രൂപ? 15,000 രൂപ? ഇത്ര വേഗം മറന്നോ? കഴിഞ്ഞ മാസം 28-ാം തീയതി രാത്രി ഈ കൊട്ടാരത്തിന്റെ അടിത്തറ മാന്താനായിട്ട് എന്റെ ബാപ്പയുടെ കയ്യിൽ നിന്ന് 15,000 രൂപ മേടിച്ച് എന്നെ വേഷം കെട്ടിച്ച് ഇവിടുത്തെ പൂജ മുടക്കാനായിട്ട് താ കൊണ്ടുവന്നില്ലേ? എടാ സുലൈമാനെ, പരട്ടത്തെണ്ടി. ഗോവിന്ദൻ നായരുടെ ഒരു മുഖം മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. ഇരുച്ചെവിയറിയാതെ നിന്റെ തലവെട്ടി ഈ കൊട്ടാരത്തിന്റെ ഗേറ്റിൽ ഞാൻ കെട്ടിത്തൂക്കും. എടോ വൃത്തികെട്ട നായരെ, ഈ കൊട്ടാരം കുളം തോണ്ടാൻ വേണ്ടി എന്നെ വേഷം കെട്ടിച്ച് താനാണ് ഇവിടെ കൊണ്ടുവന്നെന്ന് ഇവിടുത്തെ തമ്പുരാക്കന്മാരെ അറിയുമ്പോ ആരുടെ തലയാണ് കെട്ടിത്തൂക്കാൻ പോകുന്നത് നമുക്ക് അപ്പ കാണാം. തമ്പുരാക്കന്മാരെ, എന്താ പറഞ്ഞത്? വേണ്ട, എനിക്ക് ഒതുക്കി തീർക്കട്ടെ. തമ്പുരാക്കന്മാരെ, ഞാനൊന്ന് പറയട്ടെ. എന്താ ഇവിടെ ഒരു ബഹളം? ഒന്നുമില്ല. ഉണ്ട്.
ഒന്നുമില്ല. ഉണ്ട്. ഒന്നുമില്ല. ഞാനും ഇദ്ദേഹം തമ്മിലൊരു തർക്കം. യാഗത്തിന്റെ പൂജ ചെയ്യാൻ മുസ്ലിങ്ങൾക്കും കഴിയുമെന്ന് ഇയാൾ പറ്റില്ലെന്നും നോമും. മുസ്ലിങ്ങളെ യാഗത്തെയും തമ്മിൽ ബന്ധപ്പെടുത്തി പറയാൻ തനിക്ക് എങ്ങനെ മനസ്സ് വന്നടോ? ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ആഹാ, അതാണോ? ഒന്നും പറയണ്ട, ഇറങ്ങി പോടോ. 15,000 പ്രാവശ്യം പറയണമെന്നുണ്ടോ? പോയിക്കോളൂ. എന്നാ ഞാനങ്ങട് അമ്മേ ഗുരുവായി. ഇപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞില്ലേ അലിയനെ കെടുത്തോന്ന്. ഇപ്പൊ കണ്ടോ മണിയോട് പിടിച്ചേക്കുന്ന പോലെ പിടിച്ചേക്കണം. ഇത് നസ്യോണ് കേട്ടാ. എന്ത് മത്സ്യം? മത്സ്യോന്റെ നസ്യോണെന്ന്. ഇതിങ്ങനെ മൂക്കിലേക്ക് ഊതിക്കേറ്റും കേട്ടോ മുണ്ടൂരാനെ. ഇവനെങ്ങനെ മൂക്കിലൂടെ ശിരസിലേക്ക് തുളഞ്ഞു കയറുമ്പോൾ മിസൈൽ പാഞ്ഞു പോകുന്നത് പോലെ അമേരിക്കയിലൂടെ ഉഗാണ്ടയിലൂടെ കോതമംഗലം വഴി താഴോട്ട് പോകും. അളിയ കറക്കിയത് ശരിക്കും മൂക്ക് പിടിച്ചു. മൂക്ക് നേരെ പിടി അളിയാ. മൂക്ക് നേരെ പിടി പത്രോസേട്ടാ. പാങ്ക് കൊടുക്കുന്നത് പിന്നെ ശിരസി കയറിയ പള്ളി പണി അടിക്കാൻ പറ്റുവാണ്. അല്ലോ ഇരിക്കൂ, സമാധാനമായിരിക്കൂ. അതൊന്നും കേട്ട് പേടിക്കണ്ട, നസ്യം ചെയ്യുന്നതാണ്. സാധാരണ ഈ ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് പകരം ആയുർവേദത്തിലുള്ള ഒരു പ്രയോഗമാണ് നസ്യം. സ്മൃതിഭ്രംശം വന്നവർക്ക് അത് കൊടുത്താൽ കഴിഞ്ഞതൊക്കെ ഓർമ്മ വരുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ഓർമ്മ വന്നു, ഓർമ്മ വന്നു. എനിക്ക് എല്ലാം ഓർമ്മ വന്നു. കഴിഞ്ഞ ജന്മത്തിൽ നടന്ന എല്ലാ സംഭവങ്ങളും എനിക്ക് ഒറ്റയടിക്ക് ഓർമ്മ വന്നു. ആ നസ്യം എന്റെ നോസിനേക്കാണ് ഊതി കയറ്റിയത്. ഇപ്പൊ ഞാൻ നസ്രാണി അല്ലച്ചോ, നോസ്രാണിയാണ്. എന്റെ കർത്താവേ, അയ്യോ ഇരിക്കടാ അവിടെ, ഇരിക്കുക. 101 കുടം വെള്ളം കോരി തലയിലോട്ട് ഈ കിണറ്റിലെ മുഴുവൻ വെള്ളം എന്റെ തലയിൽ ഒഴിക്കാൻ പോവാണ്. മിണ്ടരുത്. എന്നാ പിന്നെ ഞാൻ ഈ കിണറ്റിലിറങ്ങി കിടന്നാ പോരെ? ഈ കിണറിന്റെ ആഴം എത്രയാണെന്ന് അറിയാമോ നിനക്ക്? ഇല്ല, അച്ഛൻ പോയി നോക്കിട്ട് വാ. നോക്കിയിട്ട് വന്നാ കുളിക്കുമോ? കുളിക്കാം. നോക്കാം. ഏകദേശം നല്ല ആഴമുണ്ട്. അനക്കല്ലേ ഈ മൺകിരിയുടെ തലേന്ന് ഒന്ന് ഊരിക്കോട്ടെ. കുടത്തിന്റെ ബാക്കി അച്ഛൻ വിഴുങ്ങിയ. അച്ഛന്റെ വയറ്റിൽ ഇത്രക്ക് മത്സ്യസമ്പത്താ. ഇവൻ അങ്ങടെ ഈ ബാണം വിട്ട പോലെ ഓടണം. ആരുടെയെങ്കിലും മുണ്ടരിക്കാനാവും. അവൻ പഞ്ചവർണ്ണത്തിന്റെ മുണ്ട് പറിക്കാൻ പോകും. വെറുതെ കൊതിപ്പിച്ച്. അല്ലേലും ഇവനൊന്നും ആവശ്യത്തിന് ഉപകരിക്കില്ല. എന്തായി കാണിക്കുന്നത്? നമുക്ക് കോംപ്രമൈസ്. അടി കോംപ്രമൈസ് ഇല്ല. അടിയിൽ ഒരു കോംപ്രമൈസ് ഇല്ല. ഈ വര കടന്നു വന്നവരാരും അമ്മയെ കണ്ട് വരച്ചിട്ടില്ല. ഈ റൗഡി ഭാസ്കരൻ പുലിയാടാ, പുലി. ഭാസ്കരൻ മുണ്ട് മടക്കി കുത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ചോരപ്പുഴ ഒഴുകണം. നമുക്ക് കോംപ്രമൈസ് ചെയ്യാം. അടിയിൽ കോംപ്രമൈസ് ഇല്ല ചേട്ടാ. എന്റെ അടിയിൽ കോംപ്രമൈസ് ഇല്ലെന്നാ പറഞ്ഞത്.
അയ്യോ എന്താ ഇത് ഒരു ക്യൂ പാലിച്ച എല്ലാവരും ഇങ്ങനെ കൂടി നിന്നാ ഞാൻ എന്താ ചെയ്യുക? രാഘവ, എന്താ മുതലാളി? നിന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുതലാളി എന്ന് വിളിക്കരുതെന്ന്. നീ എന്നെ സാറേ എന്ന് വിളിച്ചാ മതി. നീ പോയി സാറിന് ചായ മേടിച്ചുണ്ടാ ചെല്ലി. കൃഷ്ണൻകുട്ടി 4 ദിവസവും ഞാൻ തുണി കൊടുത്തിട്ട് ഇതുവരെ തയ്ച്ചു കിട്ടിയിട്ടില്ല. ഞാൻ കൊടുത്തിട്ട് 7 ദിവസമായി. നിങ്ങൾ ഇങ്ങനെ എല്ലാരും കൂടി ബഹളം വെച്ചാൽ ഞാൻ എന്ത് ചെയ്യാനാ? തുണി ഇങ്ങനെ വെറുതെ കൂട്ടി തന്നാ മതിയാ? നല്ല ഉറപ്പ് വേണ്ടേ? അതിന് സമയം എടുക്കും. ഗ്യാരണ്ടി ഉള്ള സ്റ്റിച്ചിങ് ഇവിടെ. ഗ്യാരണ്ടിയോ? അതെ, 6 മാസത്തെ ഗ്യാരണ്ടി. 6 മാസം കഴിഞ്ഞാലോ? ഗ്യാരണ്ടി കഴിഞ്ഞു. കൃഷ്ണൻകുട്ടി എനിക്കും അടിക്കണ 2 പാന്റ്. ഓ, ഭാസ്കരേട്ടനും കൂടി പാന്റ് എടുക്കുമ്പം നമ്മുടെ ഗ്രാമം പാൻസിന്റെ കാര്യത്തിൽ സമ്പൂർണ്ണ സാക്ഷരത നേടും. ഇതെന്താടാ പാന്റ് നീ വാടകയ്ക്കും കൊടുത്തു? അതെ, അടുത്തുള്ള ഗ്രാമത്തിൽ നിന്ന് ആരെങ്കിലും കല്യാണം മറ്റോ വിളിക്കാനായിട്ട് മുണ്ടെടുത്ത് വന്നാല് ഇവിടുന്ന് പാന്റ് എടുത്ത് അവർക്ക് അപമാന ഭീതി ഇല്ലാതെ നടക്കാം. മണിക്കൂറിന് 10-75 പൈസ. എന്താടാ 75 അത് അലവൻസ് ആണ്, വാഷിംഗ് അലവൻസ്. നീ കൊറേ നേടുന്നുണ്ടല്ലോ. ഇത് റോൾഡ് ഗോൾഡാ. അളവെടുക്കട്ടെ? നിക്കല്ലേ? ഒരു പാന്റ് അടിക്കാൻ എന്താടാ കൂലി? കൂലിയല്ല, ഫീസ് 150 രൂപ ഉള്ളൂ. 150 രൂപയെ? ഞാൻ ഒരു 50 രൂപ വരും. അയ്യോ, 50 രൂപ ട്രൗസർ അടിക്കാനേ പറ്റുള്ളൂ. ട്രൗസർ മതി. എന്നാ അളവെടുക്കട്ടെ? ഇതെന്താ? ട്രൗസർ ആകുമ്പോ വള്ളി വേണ്ടേ? പള്ളി വേണ്ട, പള്ളിക്കുള്ള തുണി തയ്യില്ല. ആണോ? അപ്പൊ ഇവിടെ എടുക്കാം. ഇറക്കം ഇത് മതി. അരയിഞ്ച്. അല്ല, ചെരുപ്പ് വരെ ഇരുന്നോട്ടെ. ചെരിപ്പ് വരെ അല്ലേ? അല്ല, ചെരിപ്പ് വരാകുമ്പോ അത് പാന്റ് ആവൂലേ? പാന്റ് വേണ്ട, ട്രൗസർ. ചെരുപ്പ് വരാൻ നീളമുള്ള ട്രൗസർ. ഈ ഇറക്കം കൂടാൻ നേരത്ത് 2 മതി. പാന്റ് എന്താടാ? ഒന്നുമില്ല. അതെ, ഇന്നീ എന്നാ ഞങ്ങൾക്ക് ട്രൗസർ മതി. അയ്യടാ, ട്രൗസർ എടുക്കാൻ പറ്റിയ പ്രായം. തനക്ക് തുണി ഇല്ലാതെ നടന്നാ മതി. പണ്ടാരും ചെയ്യും. ഞാൻ പച്ച തുണിയാ കൊടുത്തത്. ഞാൻ നീലയാ കൊടുത്തത്. കൃഷ്ണൻകുട്ടി, ഞങ്ങളെ കാല് തിരിഞ്ഞു പോയി. തല തിരിഞ്ഞു പോയെന്ന് കേട്ടിട്ടുണ്ട്. കാല് തിരിഞ്ഞു പോയെന്ന് ആദ്യമായിട്ട് കേൾക്കുക. പല ഡോക്ടറെ കൂടെ കാണിക്കണോ? ഡോക്ടറെ കാണേണ്ട നീ ഞങ്ങളുടെ കാലും മര്യാദക്ക് മാറ്റി വെച്ചതാ. എവിടെ മാറിപ്പോയെന്നാണ് ഈ പറയണത്? തന്റെ പാന്റിന്റെ കളർ എന്താ? നീല. ഇങ്ങനെ നീങ്ങിന്നേ. ഇത് നീലായില്ലേ? തനിപ്പുറത്ത് വന്നേ. പുറത്ത് വാടോ. വെളിച്ചപ്പാടിന്റെ പാന്റിന്റെ കളർ എന്താ? പച്ച. പച്ചയല്ലേ 2 കാലും? എന്താ പറയണം? നടക്കുമ്പോ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താ പോരെ? ശരിയാ, പോ ചെല്ല്.